ഡാലയിലെ വേൾഡ് കപ്പ് 2026 ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നലെയും ഇന്നുമായി നടന്ന 3 മത്സരങ്ങളുടെ മാച്ച് അനാലിസിസും അതിൻ്റെ ചർച്ചകളുമായിട്ടാണ്. അതായത് ജപ്പാൻ ടുണീഷ്യ മത്സരവും ജർമ്മനി ഐവറി കോസ്റ്റും നെതർലൻഡ് സ്വീഡൻ മത്സരവും. അപ്പോൾ ഹരി, ആദ്യം നമുക്ക് ജപ്പാൻ ടുണീഷ്യ മത്സരം അതിലേക്ക് വരാം. ഏഷ്യൻ ശക്തിയിലാണെന്ന് ജപ്പാൻ വീണ്ടും തെളിയിച്ചു. 4-0 ടുണീഷ്യയെ പരാജയപ്പെടുത്തി. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അനാലിസിസ് ആയിട്ട് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഏഷ്യൻ പ്രൈഡ് എന്ന് വിളിക്കാവുന്ന ടീമായിട്ട് തന്നെയാണ് ജപ്പാനെ നമുക്ക് പറയാൻ പറ്റുക. മറ്റു പല ഏഷ്യൻ ടീമുകൾ ഉണ്ടെങ്കിലും ജപ്പാൻ നൽകി വരുന്ന ഒരു കൺസിസ്റ്റൻസി, അവരുടെ ഒരു പ്ലേ. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു ചർച്ചയ്ക്ക് മുന്നേ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു. ജപ്പാന്റെ ഒരു കളി കാണുമ്പോൾ അതിൽ ഡൾ മൊമെന്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാവില്ല. എൻഡ് ടു എൻഡ് എന്തെങ്കിലുമൊക്കെ പരിപാടി നടന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് അവന്റെ ഒരു എനർജി, ആ ഒരു ഫ്ലൂയിഡിറ്റി, ആ ഒരു ഫ്ലോ, എപ്പോഴും ഇങ്ങനെ അറ്റാക്കിംഗ് മൂവ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ജപ്പാന് ടുണീഷ്യക്കെതിരെ 4 ഗോൾ അടിക്കുക ചെയ്തു. ടുണീഷ്യക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു. കാരണം സ്വീഡന്റെ കൂടെ തോറ്റിട്ടാണ് ഇവിടേക്ക് വന്നത്. അവർക്ക് ജയിക്കണമായിരുന്നു, സമനിലയൊന്നും പോരായിരുന്നു. കാരണം അവർക്ക് പോയിന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ മത്സരം കഴിഞ്ഞോടെ ടുണീഷ്യയും പുറത്തായി. കാരണം 2 മത്സരത്തിലും തോറ്റു. ജപ്പാന് വേണ്ടിയിട്ട് കമാദ 1 ഗോളും യുവേദ 2 ഗോളും ഈറ്റോ 1 ഗോളുമാണ് നേടിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഹൈ എനർജി, ഹൈ പാഷൻ, ഭയങ്കര പാഷനേറ്റ്. അപ്പൊ ജപ്പാനാണെങ്കിലും അവരുടെ ഫാൻസ് ആണെങ്കിലും, നമുക്ക് ജപ്പാന്റെ കാര്യം അറിയാം. മത്സരശേഷം ക്ലീൻ ചെയ്ത് പോകുന്നു സ്റ്റേഡിയം, അങ്ങനെ മൊത്തത്തിൽ അവരുടെ അതെ അവരുടെ ഒരു എറ്റിക്കറ്റ്, മൊത്തത്തിൽ എല്ലാം കൊണ്ട് ഒരു ലൈക്കബിൾ ആയിട്ടുള്ള ഒരു ടീമാണ് ജപ്പാൻ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഏഷ്യക്കാർക്ക് മാത്രമല്ല, ലോകമൊട്ടാകെ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റുകളൊക്കെ കാണുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും ജപ്പാനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. പല ന്യൂട്രൽ ഫാൻസും ജപ്പാൻ ജയിക്കണം, ജപ്പാൻ വേൾഡ് കപ്പ് ഉയർത്തണത് കാണണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണ്. അങ്ങനെയൊക്കെ ഒരു മെന്റാലിറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വൈബ്സ് കൊണ്ടുവരുന്ന അങ്ങനെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്സ് ആവുന്നത്. നമ്മളെ സ്റ്റാറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഫേവറേറ്റ്സ് വേറെ പലരും ഉണ്ടാകുമെങ്കിലും പേഴ്സണലി നമ്മൾ ജയിച്ച് കാണാൻ, എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ജയിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വേൾഡ് കപ്പ് പ്ലേയിങ് ടീമാണ് ജപ്പാൻ. പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാം കൊണ്ടും ഏഷ്യയുടെ ഒരു അഭിമാനം വാനോളം ഉയർത്തുന്ന, കാരണം ഇപ്പോൾ മുന്നത്തെ വേൾഡ് കപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ട് ജർമ്മനിനെയൊക്കെ തൂക്കി പുറത്താക്കിയ ഒരു ടീമായിരുന്നു. അതേപോലെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന നെതർലൻഡ്സിന്റെ മത്സരം ഫസ്റ്റ് ഹാഫ് കുറച്ച് ബോറിംഗ് ആയിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് നല്ല രസമുള്ള മത്സരം. 2-2 സമനിലയായ മത്സരം. 2 നെതർലൻഡ്സ് അടിക്കുന്നു, ഇവര് അപ്പം മറുപടി കൊടുക്കുന്നു, ജപ്പാൻ മറുപടി കൊടുക്കുന്നു. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാല് ജപ്പാനിൽ കുറച്ച് വലിയ എക്സ്പീരിയൻസ് സീനിയർ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ മീനാമിനോ, മിറ്റോമ, വത്താരു എൻഡോ, ഇവരൊന്നും ഇല്ല ഇപ്പൊ ഇത്തവണ പരിക്ക് കാരണോ ഒക്കെ കൊണ്ട്. ഇവരിന്റെയൊക്കെ ഒരു അഭാവം ജപ്പാനെ ഏതെങ്കിലും തരത്തിൽ അഫക്റ്റ് ചെയ്യുമോ, അവന്റെ പ്ലേനെ ബാധിക്കുമോ, അതിന്റെ ഒരു സംഭവമാണോ നമ്മൾ നെതർലൻഡ്സിന്റെ എതിരെ കണ്ടത്? അപ്പൊ കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ അവരുടെ ഭാഗത്തു നിന്ന് കണ്ട പോലെയുള്ള ഒരു മുന്നേറ്റം ഇത്തവണ കാണാൻ സാധ്യത ഉണ്ടാവില്ലേ എന്നൊക്കെ ഉള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കളി കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവരുടെ ഒന്നും അഭാവം ജപ്പാനെ അങ്ങനെ കാര്യമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു സംശയമാണ് നമുക്ക് തോന്നി. പക്ഷെ ട്യൂണീഷ്യ അത്ര ഒരു മികച്ച മത്സരമല്ല നടത്തിയിട്ടുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ജപ്പാന്റെ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും ജപ്പാൻ നല്ല രീതിയിൽ തന്നെ ആ ബോൾ കിട്ടുമ്പോഴാണെങ്കിൽ, ആ ഒരു മൂവ്മെന്റ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവർ മത്സരിക്കുന്നുണ്ടായിരുന്നു. ജപ്പാന്റെ അടുത്ത മത്സരം സ്വീഡന്റെ കൂടെയാണ്. അപ്പൊ സ്വീഡന്റെ കൂടെ ആകുമ്പോൾ സ്വീഡനും ഇപ്പൊ കഴിഞ്ഞ ദിവസം നെതർലൻഡ്സ് ആയിട്ട് പരാജയപ്പെട്ടിട്ടാണ്. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കും അടുത്തത്. ജപ്പാന്റെ 4-0 വിജയം അവർക്ക് വേറൊരു റെക്കോർഡും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഏഷ്യൻ ടീം ടു സ്കോർ 4 goals ഇൻ എ വേൾഡ് കപ്പ്. ഒരു വേൾഡ് കപ്പ് മാച്ചിൽ 4 ഗോൾ അടിക്കുന്ന ഒരു ടീമായിട്ട് ജപ്പാൻ മാറി, ഏഷ്യൻ ടീമായിട്ട്. അതിന് മുന്നേത്തെ മത്സരം ഈ ഗ്രൂപ്പിലെ തന്നെ നെതർലൻഡ്സ് സ്വീഡൻ മത്സരം 5-1 നെതർലൻഡ്സ് ജയിച്ച. അതായത് സ്വീഡൻ 5-1 ടുണീഷ്യയെ തോൽപ്പിച്ചിട്ടാണ് അവർ തന്നെ. അപ്പോൾ അത്രയും അറ്റാക്കിങ്, ഒരു അഗ്രസീവ് അറ്റാക്കിംഗ് ആയിട്ടുള്ള ടീമിനെതിരെയാണ് നെതർലൻഡ്സ് ഫേസ് ചെയ്തത്. പക്ഷേ നേരെ തിരിച്ചറിഞ്ഞായി 5 ഗോളിന് അവർ തോറ്റു. അതായത് 5-1 അവർ തോറ്റു. അപ്പോൾ ആ ഒരു മത്സരത്തിൽ എങ്ങനെയാണ് നെതർലൻഡ്സിന്റെ അറ്റാക്കിങ്ങും മൊത്തത്തിലൊരു ഗെയിം പ്ലേയും എങ്ങനെയായിരുന്നു? ഒരു സ്വീഡനില് ഗ്രഹാം പോട്ടർ കോച്ചായി വന്നതിന് ശേഷം ഗ്യോക്രസ് പ്രീമിയർ ലീഗ് വിന്നിംഗ് സ്ട്രൈക്കറാണ്. ഈസാക്കും നല്ല ഫോമിലാണ്. അവരുടെ ഒരു എന്താ പറയുക, ഒരു ബ്രില്യൻസ് ഒക്കെ നമുക്ക് ആദ്യ മത്സരത്തിൽ ട്യൂണീഷ്യക്കെതിരെ കാണാൻ പറ്റി. അപ്പോൾ കഴിഞ്ഞ ദിവസം മത്സരത്തിലാണെങ്കിൽ അലക്സാണ്ടർ ഈസാക്കൊക്കെ ടോപ്പ് ഫോമിലായിരുന്നു. മൊത്തത്തിൽ സ്വീഡൻ നല്ലൊരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇപ്പോൾ 5-1 സ്കോർ ലൈൻ എന്നുണ്ടെങ്കിലും അത് സ്വീഡന്റെ മത്സരത്തിന് അത്രത്തോളം കണ്ട് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല എന്നേ പറയാൻ പറ്റൂ. കാരണം സ്വീഡൻ നല്ല കളി കളിച്ചു. പക്ഷെ നെതർലൻഡ്സ് അതിലും മികച്ച കളിയാണ് കളിച്ചത്. അപ്പൊ അതിന്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, സ്വീഡൻ കഴിഞ്ഞ കളിയിൽ 16 ഷോട്ട്, നെതർലൻഡ്സിനെതിരെ 16 ഷോട്ട്സ് ആണ് എടുത്തത്. അതിൽ 8 ഓൺ ടാർഗറ്റ് ആയിരുന്നു. പക്ഷേ നെതർലൻഡ്സ് ആകെ 10 ഷോട്ട്സ് ആണ് എടുത്തത്. പക്ഷെ അതിൽ 7 ഓൺ ടാർഗറ്റ് ആയിരുന്നു. പക്ഷെ നെതർലൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 3 ബിഗ് ചാൻസസ് ആണ് കിട്ടിയത്. അത് 3 കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചു. സ്വീഡൻ അങ്ങനെ പലതും പറ്റിയില്ല. ഗ്യോക്രസും കഴിഞ്ഞ ദിവസം അത്ര നല്ല
മത്സരമൊന്നും ആയിരുന്നില്ല. ഹി വാസ് ഓക്കെ ഡിഫൻസിനെ ഡ്രാഗ് ചെയ്യാനോ അങ്ങനെയാണെങ്കിലും, പക്ഷെ കുറച്ച് നല്ല ചാൻസ് ഒന്നും കിട്ടിയത് കവർ ചെയ്യാനോ കംപ്ലീറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല ഗ്യോക്കറസ്. യാസിൻ അയാരി നല്ല കളിയായിരുന്നു. ഈസാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മത്സരം തന്നെ കാഴ്ചവെച്ചു. പക്ഷെ നെതർലൻഡ്സിലേക്ക് വരുമ്പോൾ നെതർലൻഡ്സിന്റെ കാര്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത്തവണ ഒരു ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ഉണ്ട്, ജോവാക്കിൻ ക്ലെമന്റ് എന്ന് പറഞ്ഞ, അതാണ് അയാളുടെ പേര്. അയാൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ വെച്ചിട്ട് ഈ വേൾഡ് കപ്പ് ആരാണ് വിജയിക്കുക എന്നുള്ളത് കാലങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് വേൾഡ് കപ്പുകളായിട്ട് പ്രവചിച്ച് വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ലോകകപ്പ് ടൂർണമെന്റുകളായിട്ട് മൂപ്പര് കൃത്യമായിട്ട് പ്രവചിക്കുന്നുണ്ട്. ഇപ്പോൾ മൂപ്പറിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2014 ജർമ്മനി ജയിക്കുന്നു പ്രവചിച്ചു, 2017 ഫ്രാൻസ് ജയിക്കുന്നു പ്രവചിച്ചു, 2020 അർജന്റീന ജയിക്കുന്നു പ്രവചിച്ചു. അദ്ദേഹത്തിന്റെ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ പ്രകാരം ഇത്തവണ ജയിക്കുക എന്ന് പറഞ്ഞാൽ നെതർലൻഡ്സ് ആണ്. അതിനൊപ്പം തന്നെ മറ്റൊരു പ്രൊഡിക്ഷൻ കഴിഞ്ഞ കുറച്ച് വേൾഡ് കപ്പ് ആയിട്ട് കൃത്യമായിട്ട് വർക്കാവുന്ന വേറൊരു പ്രൊഡിക്ഷൻ ഉണ്ട്. അത് EA സ്പോർട്സിന്റെയാണ്. EA സ്പോർട്സ് എനിക്ക് തോന്നുന്നു 2010 തൊട്ട് കൃത്യമായിട്ട് പ്രൊഡിക്ട് ചെയ്യുന്നുണ്ട്. അതായത് 2010 സ്പെയിന്, 2014 ജർമ്മനി, 2018 ഫ്രാൻസ്, 2022 അർജന്റീന. ഇതെല്ലാം EA സ്പോർട്സ് കൃത്യമായിട്ട് പ്രവചിച്ച. ആ EA സ്പോർട്സ് ഇത്തവണ പ്രവചിച്ചിരിക്കുന്നത് സ്പെയിന് ജയിക്കുന്നതാണ്. അവിടെ തന്നെ അങ്ങനെ ഒരു പ്രവചന മത്സരത്തിൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് സാധനം അവിടെ വന്നു. പക്ഷെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ജോവാക്കിൻ ക്ലെമന്റിന്റെ ആ ഒരു വാദം ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസം നെതർലൻഡ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. സ്കോർ ഷീറ്റിൽ ഉണ്ടായിരുന്ന ബ്രോബി 2 ഗോൾ അടിച്ചു, ഗ്യാക്പോ 2 ഗോൾ അടിച്ചു, സോമർവില്ല് 1 ഗോൾ അടിച്ചു. അവർ ഗോൾ അടിച്ചാൽ അവർക്ക് ഡംഫ്രീസിന്റെ അടുത്തു നിന്നാണെങ്കിലും എല്ലാവരുടെ അടുത്തു നിന്നൊക്കെ കിട്ടുന്ന ക്രോസസും പാസസും ഒക്കെ ഗംഭീരമായിരുന്നു. നെതർലൻഡ്സ് ഭയങ്കര ഫ്രീ ഫ്ലോയിങ്, ഭയങ്കര അറ്റാക്കിങ്. ഈ വേൾഡ് കപ്പിൽ നമ്മൾ ചിലപ്പോൾ പേടിയോടെ കാണേണ്ട ഒരു ടീമുകളിൽ ഒന്നായിട്ട് നെതർലൻഡ്സ് ഓൾറെഡി മാറിയിട്ടുണ്ട്. ഉറപ്പായിട്ട് സെമിയിൽ വരെ എന്തായാലും നമുക്ക് നെതർലൻഡ്സിനെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മത്സരമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. കാരണം സ്വീഡൻ ഈ പറഞ്ഞ പോലെ സ്കോർ ഷീറ്റ് കാണുമ്പോൾ 5-1 എന്ന് കണ്ടാലും സ്വീഡൻ നല്ല കളിയാണ് കളിച്ചിട്ടില്ല. അവർക്ക് പല ചാൻസസ് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സ്വീഡന്റെ അടുത്ത മത്സരം ജപ്പാന്റെ കൂടെയാണ്. അത് ഭയങ്കര എന്തായാലും ഒരു സർവൈവൽ മാച്ച് ആയിരിക്കും. കാരണം ജപ്പാന് ഇപ്പൊ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാണ്. അതായത് നെതർലൻഡ്സിന് ഇപ്പം നിലവിൽ 4 പോയിന്റാണ്, 1 വിന്നും 1 ഡ്രോയും. അത് തന്നെ ജപ്പാനും 1 വിന്നും 1 ഡ്രോയും. സ്വീഡന് 1 തോൽവിയും 1 വിന്നുമായിട്ട് 3 പോയിന്റ്. പിന്നെ അടുത്ത മത്സരത്തിൽ ജപ്പാൻ സ്വീഡൻ മത്സരത്തിൽ ആര് ജയിക്കുന്നുള്ളതായിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് കണക്കാക്കുക. അതെ, പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നു നെതർലൻഡ്സ് എന്തായാലും ട്യൂണീഷ്യ ജയിക്കാനേ സാധ്യതയുള്ളൂ. കാരണം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുക എന്നുള്ളത് 3 ടീമിനെ സംബന്ധിച്ചും ഗോൾ ഡിഫറൻസസും അതിൽ അലൈൻ ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ ജപ്പാൻ ജയിക്കുക ചെയ്താൽ നെതർലൻഡ്സ് എത്ര ഗോൾ അടിക്കുന്നുള്ള ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകും. പക്ഷെ നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിനു മുന്നേ ജപ്പാന്റെയും നെതർലൻഡ്സിന്റെയും മത്സരം ഡിസ്കസ് ചെയ്ത എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ ഗ്രൂപ്പിൽ നിന്നും ഫസ്റ്റ് 2 പേര് ക്വാളിഫൈ ആവുക ജപ്പാനും നെതർലൻഡ്സ് ആയിരിക്കും. സ്വീഡനെ നമ്മൾ അന്ന് അത്ര കണ്ട് വില വെച്ചിരുന്നില്ല. പിന്നീട് അപ്പോഴാണ് സ്വീഡൻ 5 ഗോൾ ട്യൂണീഷ്യക്കെതിരെ അടിച്ചിട്ട് ഞങ്ങളെ എങ്ങനെ എഴുതി തള്ളണ്ടെന്നുള്ളത് നമുക്ക് തന്നെ തെളിയിച്ചത്. പക്ഷെ ഇന്നലെ വീണ്ടും ഈ പറഞ്ഞ പോലെ അവർക്ക് തോറ്റു. പക്ഷെ എന്നിരുന്നാലും മോശം കളിയില്ല. അവർക്ക് പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട്. അതെന്താവുന്നുള്ള നമുക്ക് വരും മത്സരത്തിൽ കാണാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ജർമ്മനി ഐവറി കോസ്റ്റ് മത്സരത്തിലേക്ക് വന്നാൽ ലാസ്റ്റ് മിനിറ്റിലാണ് ഒരു വിന്നിംഗ് ഗോൾ വരുന്നത് ജർമ്മനിയുടെ. ഫസ്റ്റ് ഐവറി കോസ്റ്റ് അടിക്കുന്നു, തിരിച്ച് ജർമ്മനി അടിക്കുന്നു. ലാസ്റ്റ് മിനിറ്റിലാണ് ജർമ്മനി ഗോൾ അടിച്ചൊരു വിൻ കരസ്ഥമാക്കുന്നത്. അപ്പൊ ആ മത്സരത്തിൽ എങ്ങനെയായിരുന്നു ജർമ്മനിയുടെ ഒരു അപ്രോച്ച് മാച്ചിലേക്ക്? ജർമ്മനിയുടെ കാര്യം പറയുമ്പോൾ മൊത്തത്തില് ഒരു ടെൻഷൻ ജർമ്മൻ ആരാധകർക്കാണെങ്കിലും ടീമിനാണെങ്കിലും മാനേജ്മെന്റിനാണെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാക്കിയ മത്സരം തന്നെയാണ്. ഐവറി കോസ്റ്റ് ആദ്യം ഗോൾ നേടുന്നു, പിന്നീട് കുറെ നേരത്തേക്ക് ജർമ്മനി എന്ന് ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. കാരണം ഐവറി കോസ്റ്റ് അത്യാവശ്യം ഭയങ്കര ഫിസിക്കലായിരുന്നു. ഫൗള് നല്ലോണം വാങ്ങുന്നുണ്ടായിരുന്നു ജർമ്മനിയുടെ ഭാഗത്തുനിന്ന്. അവർ ഫിസിക്കൽ കളിയുടെ ഭാഗമായിട്ട് പെട്ടെന്ന് ഫൗള് വാങ്ങുക, ഒരു മൊമെന്റം ബ്രേക്ക് ചെയ്യുക, അങ്ങനെയുള്ള കുറെ പരിപാടികൾ ഐവറി കോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്രാങ്ക് കെസിയുടെ ആയിരുന്നു ഗോള്. ഇതിനെ ജർമ്മനി ഒരു പോയിന്റിൽ നമ്മൾ വിചാരിച്ചു ജർമ്മനിക്ക് ഒന്നും പ്രത്യേകിച്ച് ഇപ്പോൾ ഷ്ലോട്ടർ ബാക്ക് ഇഞ്ചേർഡ് ആയിട്ട് മാറി, റൂഡിഗർ ഇറങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നതിന് ശേഷം ജർമ്മനി ജയിക്കുമോ, ഇത് വീണ്ടും എന്താ പറയുക കഴിഞ്ഞ 2 വേൾഡ് കപ്പ് പോലെ തന്നെ ഇവര് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്താവാനുള്ള സാധ്യത ഉണ്ടോ? കാരണം ആദ്യ മത്സരം ജയിച്ചു തുടങ്ങി, 7-1 ജയിച്ചതാണ്. അതൊരു ബേർഡനായി മാറിയോ? കാരണം 7-1 ജയിക്കുക എന്ന് പറയുമ്പോൾ വരും മത്സരങ്ങളിൽ അത്തരത്തിലുള്ള എക്സ്പെക്ടേഷൻ കുറച്ച് ഒരുപാടായിരിക്കും. ഐവറി കോസ്റ്റ് ചെറിയ ടീമാണെങ്കിൽ ഇത് പറയാമെങ്കിലും അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേൾഡ് കപ്പ് എക്സ്പീരിയൻസ് ഉള്ള ഒരു നാഷനാണ്. പിന്നെ മാത്രമല്ല നല്ല ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ഉറ്റു നോക്കുന്ന യാൻ ഡിയമോണ്ടെ, ഇപ്പൊ അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ വലിയ ചർച്ചയാവുന്ന യാൻ ഡിയമോണ്ടൊക്കെ കളിക്കുന്ന ഒരു ടീമാണ് ഐവറി കോസ്റ്റ്. അതേപോലെ യുണൈറ്റഡിലെ അമാഡ് ഡിയാലോ, പിന്നെ ഈ ഫ്രാങ്ക് കേസി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതുപോലെ കുറെ ആൾക്കാർ ആ ടീമിലുണ്ട്. ഒരു പോയിന്റിന് ശേഷം ജർമ്മനി എന്താ ചെയ്യാന്ന് ആലോചിക്കുമ്പോൾ ഇപ്പൊ സെക്കൻഡ് ഹാഫിലാണ് പ്രധാനപ്പെട്ട 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് സംഭവിക്കുന്നത്. ഡെനീസ് ഉണ്ടാവും, പിന്നെ ഒന്ന് അമീറി. ഈ സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം ജർമ്മനിയുടെ കളി അങ്ങോട്ട് മാറുകയാണ്. അതായത് അതിന് മുന്നേയും ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും കൺവേർട്ട് ആവുണ്ടായിരുന്നില്ല. ഡെനീസ് ഉണ്ടാവും വന്നതിന് ശേഷം അമീറിയുടെ ഒരു ക്രോസ് വരുന്നു, ഉണ്ടാവത് ഗോളാക്കുന്നു. ജർമ്മനി തിരിച്ച് മത്സരത്തിലേക്ക് വരികയാണ്. 1-1 സമനില. വീണ്ടും ഇഞ്ചുറി ടൈമിൽ 90 മിനിറ്റിന് ശേഷം വീണ്ടും ഉണ്ടാവും ഗോൾ അടിച്ചിട്ട്
ജർമ്മനിയുടെ വിജയം ഉറപ്പിക്കുകയാണ്. ജർമ്മനിയുടെ ആ ഒരു എക്സ്പീരിയൻസ്, ജർമ്മൻ ടീമിന്റെ ഒരു വേൾഡ് കപ്പ് എക്സ്പീരിയൻസും ഈ ടീമിലെ പ്ലേയേഴ്സിന്റെയും ജൂലിയൻ നഗൽസ്മാനെ പോലെ ഒരു കോച്ചിന്റെ എക്സ്പീരിയൻസ് എല്ലാം റിഫ്ലക്ട് ചെയ്ത ഒരു മാച്ച്. പ്രത്യേകിച്ച് നഗൽസ്മാനെ സംബന്ധിച്ചിടത്തോളം കൃത്യസമയത്ത് നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻ, ആ സബ്സ്റ്റിറ്റ്യൂഷൻ വർക്ക് ആവുകയും ചെയ്തു, ഇവർക്ക് പോയിന്റും കിട്ടി. ഇപ്പൊ ജർമ്മനി ക്വാളിഫൈ ആവുകയും ചെയ്തു അടുത്ത റൗണ്ടിലേക്ക്. അപ്പൊ അവർക്ക് സമാധാനമായിട്ട് അടുത്ത മത്സരത്തെ ഫേസ് ചെയ്യുക. കാരണം നോക്കൌട്ടിലേക്ക് അവർ കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായതാണ്. പ്രത്യേകിച്ച് ഉണ്ടാവിന്റെ കാര്യം പറയുമ്പോൾ ജർമ്മനിക്ക് വേണ്ടി 11 അപ്പിയറൻസസിൽ 9 ഗോളാണ് ഉണ്ടാവ് നേടിയിട്ടുള്ളത് കരിയറിലും. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉണ്ടാവ് വരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുക, ഒരു സൂപ്പർ സബ് ആണ്. അപ്പൊ സൂപ്പർ സബ്ബായി ഇറക്കുന്ന ഉണ്ടാവിനെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴേ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. അത് ടീമിനും മാനേജ്മെന്റിനും തീരുമാനിക്കാം. പക്ഷെ എന്നിരുന്നാലും ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അവർ അർഹിച്ച ഒരു കംബാക്ക്. കാരണം അവർ ഫൈറ്റ് ചെയ്തു, ഫൈറ്റ് അവർ അവസാനിപ്പിച്ചില്ല. ദേ നെവർ ഗേവ് അപ്പ്. അവർ തുടർച്ചയായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. വർക്കാവുന്നില്ല എന്ന് കണ്ടു, കൃത്യസമയത്ത് സബ് ഇറക്കി 2 ഗോളും വാങ്ങി അവർ ജയിച്ച് നോക്കൌട്ട് സ്റ്റേജിലേക്ക് ക്വാളിഫൈ ആയിരിക്കാം. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഐവറി കോസ്റ്റിൽ നല്ലൊരു സ്ട്രൈക്കറിന്റെ ഒരു കുറവോ അങ്ങനെ ഒരു സാധനം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഐവറി കോസ്റ്റിന് പല നല്ല ചാൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലേക്ക് വരുന്നത് അവരുടെ നമ്പർ 6 ഫൊഫാനയ്ക്ക് ഒരു നല്ലൊരു ക്രോസ് വന്നിട്ടുണ്ടായിരുന്നു ലെഫ്റ്റിലേക്ക്. ഫൊഫാന അവിടെ ഒറ്റയ്ക്കാം, ജർമ്മൻ ഡിഫൻഡേഴ്സ് ഒക്കെ എത്തുന്നുള്ളൂ. ബാക്കി എല്ലാവരും റൈറ്റിലുള്ള അറ്റാക്കേഴ്സിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ജർമ്മനി. ഫൊഫാനയ്ക്ക് ആ ക്രോസ് വന്ന സമയത്ത് ഫൊഫാന ടച്ച് ഒന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ അത് ഷൂട്ട് ചെയ്ത് ഗോളാക്കായിരുന്നു. അത്രയും വെയിറ്റഡ് ആയിട്ടുള്ള ഒരു ബോളാണ് വരുന്നത്. പക്ഷെ ഫൊഫാന ഒരു എക്സ്ട്രാ ടച്ചിന് ശ്രമിച്ചു. അതായത് ബോളൊന്ന് അവന് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് ഷൂട്ട് ചെയ്യാം. അപ്പോഴേക്കും ജർമ്മൻ ഡിഫൻഡർ വന്ന് അത് എടുത്തിട്ട് പോവാ. അതെ, ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ മേക്കിംഗിൽ വന്ന ഒരു പ്രശ്നം ഐവറി കോസ്റ്റിനെ നല്ല രീതിയിൽ ബാധിച്ചു. മത്സരശേഷം അമാദ് ഡിയാലോ ഒക്കെ പറയുന്നത് എന്താ വെച്ചാൽ തോറ്റത് ശരിയാണ്, പക്ഷെ ഇത് നമ്മളെ ബാധിക്കാതെ നോക്കും. കാരണം അടുത്ത മത്സരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ എന്തായാലും ജയിച്ച് ക്വാളിഫൈ ആവുന്നൊക്കെയാണ് അമാദ് ഡിയാലോ പറയുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യത തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഐവറി കോസ്റ്റിന് ഹോപ്പ് ഒന്നും കളയേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ മത്സരം ജയിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതെ, അടുത്ത മത്സരം കുർസാവായിട്ട്. കുർസാവ് ഈ പറഞ്ഞ പോലെ കമ്പാരിറ്റീവ്ലി ചെറിയൊരു ടീമാണ്. കുർസാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ ഫസ്റ്റ് പോയിന്റ് നേടി. അതെ, ആദ്യ പോയിന്റ് നമ്മൾ ഇതിനു മുന്നേ കുർസാവോട് ആദ്യ മത്സരത്തിനെ പറ്റി സംസാരിച്ച സമയത്ത് പറഞ്ഞു 1.5 ലക്ഷം ആൾക്കാരുള്ള ഒരു കൊച്ചു രാജ്യം. ജർമ്മനിക്കെതിരെ ഒരു ഗോള് ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് ആയിരുന്നു. അതിനുശേഷം അവർ വീണ്ടും ചരിത്രം രചിച്ചിരിക്കുകയാണ്. അതായത് വേൾഡ് കപ്പിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ടീമിനെതിരെയാണ് മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ കുർസാവയ്ക്ക് ചെറിയൊരു മൊമെന്റം അല്ലെങ്കിൽ ഒരു മെന്റാലിറ്റി സാധനം ഉണ്ട്. അതായത് ആദ്യ കളി 1 ഗോൾ അടിച്ചു, രണ്ടാമത്തെ കളി ഒരു ഡ്രോ പിടിച്ചു, അടുത്തത് എന്തെങ്കിലും ശ്രമിക്കാൻ തോന്നും. പക്ഷെ ഐവറി കോസ്റ്റ് ഒരിക്കലും ഈ പറഞ്ഞ പോലെ എളുപ്പമായിരിക്കില്ല. കാരണം ജർമ്മനിക്ക് വരെ തലവേദന സൃഷ്ടിച്ച ഒരു ടീമാണ്. പക്ഷെ ഐവറി കോസ്റ്റ് തന്നെയായിരിക്കും കുർസാവയ്ക്ക് എതിരെ ജയിക്കാനുള്ള ഒരു സാധ്യത. കാരണം കുറച്ചുകൂടെ ടീം സ്ട്രോങ് ഐവറി കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ മത്സരം ഐവറി കോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഐവറി കോസ്റ്റ് തന്നെയായിരിക്കും ക്വാളിഫൈ ചെയ്യാൻ ചാൻസ് എന്നാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക.